അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫലൂദയാണ്. കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഫലൂദ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കുന്നതിനെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഞാനിതിന് കസ്റ്റാർഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കസ്റ്റാർഡ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. പിന്നെ ഒരു 3 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് എടുത്തിട്ടുള്ളത്. ഒറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. നമുക്ക് പാലും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കോൺഫ്ലവറും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ടോ. എന്നിട്ട് നമുക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്കുമേടി ഒഴിച്ചതിന് കാരണം നമുക്ക് പഞ്ചസാര കുറച്ച് ആവശ്യത്തിന് വെച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ പിന്നിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ല അരിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലോണം ഇളക്കിയിട്ടുണ്ട്, ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിഞ്ഞിത് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചൊന്ന് കുറുക്കിയെടുക്കാം. ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് മിൽക്കുമേഡ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ കുറുക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് മിൽക്കുമേഡ് ഒഴിച്ച് കൊടുക്കണം. മിൽക്കുമേഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് കുറുകി വരികയാണെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്തൊന്ന് ജ്യൂസാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലേവറിന് കൂട്ടും ചെയ്യാൻ കുറക്കും ചെയ്യട്ടോ. നല്ല ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് ചൂടാറാൻ വെക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ കസ്റ്റാർഡ് റെഡിയായി. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇത് കസ്റ്റാർഡ് ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയിട്ട് അടിച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇത് ഉറുമാമ്പഴമാണ്. ഉറുമാമ്പഴം ഞാൻ ചൈന ഗ്രാസ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഇത് മുന്തിരി അതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുസമ്പിയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് പപ്പായ എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൂട്ട്സ് 2 ഐറ്റം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് പപ്പായയും ഒന്ന് പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ. ഇത് സേമിയ വേവിച്ചിട്ട് ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിന് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വെച്ചാണ് മധുരത്തിന് വേണ്ടിയിട്ട്. ഇത് ചവ്വരിയാണ്. ചവ്വരി ഞാൻ ഇങ്ങനെ പൊരിച്ച് വേവിച്ചിട്ട് ഇതേപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഉണ്ടാക്കിയിട്ട് അതിലിട്ടതാണ്. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദമാണ്. അത് ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സേമിയ ഇട്ടെടുക്കാം. നമുക്കതിലേക്ക് ചവ്വരി ഇട്ടെടുക്കാം 1 ടേബിൾ സ്പൂണ്. പപ്പായ ആഡ് ചെയ്തെടുക്കാം. നമുക്ക് പൈനാപ്പിൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ജെല്ല് ഉറുമാമ്പഴത്തിൻ്റെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. മുസമ്പി ജെല്ലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ചോക്ലേറ്റിൻ്റെ ജെല്ലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം.
പൈനാപ്പിളും കൂടെ ആഡ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബാദം കൂടി പൊടിച്ചത് ഉരുക്കിയത് ആഡ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മേലെ കുറച്ച് കസ്റ്റാർഡ് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഫലൂദ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ കൂട്ടുകാരെ.